വാഴ എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ ടൈറ്റിൽ ഡിസൈനിൽ വാഴ എന്ന് എഴുതിയിരിക്കുന്നതിൽ ഒരു വാഴക്കൂമ്പ് കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ പോലെ എക്സ്ട്രാ ലൈൻസ് കൊടുത്തിരിക്കുന്നതായും കാണാം. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ബിടെക് പഠിച്ച് ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ടൈറ്റിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിനിമയിലെ നോബിയുടെ കഥാപാത്രം ഷാർജയിൽ ജോലി ചെയ്യുന്ന ഒരു ഗൾഫുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകനായ മൂസ എന്ന കഥാപാത്രം അന്നത്തെ കാലത്ത് ഫേമസ് ആയിരുന്ന പല കളർ മഷിയുള്ള പേന ഉപയോഗിക്കുന്നതായി കാണാം. സിനിമയിൽ വിഷ്ണു, അജോ എന്നീ കഥാപാത്രങ്ങൾ ഡെയ്സി എന്ന പെൺകുട്ടിയെ പ്രേമിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയ്സി ലവ്സ് അജോ എന്ന് കാണിക്കാൻ ഡി ലവ് എ എന്ന് സിജു സണ്ണിയുടെ കഥാപാത്രം എഴുതുന്നതായും പിന്നീട് വിഷ്ണു അത് ഡി ലവ് വി എന്നാക്കുന്നതായും കാണാം. അതുപോലെ അവർ ക്യാരംസ് കളിക്കുമ്പോൾ കോയിൻസ് ഡി എന്ന ലെറ്ററിന്റെ രൂപത്തിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഈ ഷോട്ടിൽ ഭിത്തിയിൽ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ മൂസ, അജോ, വിഷ്ണു എന്നിവരെ അവതരിപ്പിച്ച ജോമോൻ, സിജു സണ്ണി, അമിത് എന്നിവരുടെ പേരുകൾ എഴുതിയിരിക്കുന്നതായി കാണാം. സിനിമയിൽ റീത്ത എന്ന കഥാപാത്രത്തിന് ബുക്സ് കൊടുക്കാനായി രാത്രി വരുന്ന ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പോലീസ് പിടിക്കുന്നുണ്ട്. ഈ റീത്ത എന്ന കഥാപാത്രം ഒരു സീനിൽ കണ്ണിൽ ഐ ഡ്രോപ്സ് ഒഴിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാകാം ഐ ഡ്രോപ്സ് ഉപയോഗിക്കുന്നതായി ഫോർഷാഡോ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നത്? സിജു സണ്ണിയുടെ കഥാപാത്രം മായ എന്ന പെൺകുട്ടിയെ മിക്കപ്പോഴും കാണുന്നത് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് വെച്ചാണ്. വിഷ്ണു ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ഹോസ്പിറ്റൽ ചെലവുകളെപ്പറ്റി സിജു സണ്ണി പറയുന്നത് ഡെയിലി ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ്. സിനിമയിൽ വിഷ്ണുവിന് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹാഷിർ കയ്യിലെ വാച്ച് നോക്കി വിഷമിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഹാഷിറിനെ ആദ്യം കാണിക്കുന്ന സീനുകളിൽ ഒന്നും ഹാഷിറിന്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നില്ല. എന്നാൽ വിഷ്ണുവിനെയും ഗ്യാങ്ങിനെയും പരിചയപ്പെട്ട ശേഷം ഹാഷിർ വാച്ച് ഇടുന്നതായി കാണാം. ഈ സീനിൽ ഹാഷിർ ഒരു വാച്ച് കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് വിഷ്ണു കൊടുത്ത വാച്ച് ആയതുകൊണ്ടായിരിക്കാം ആ വാച്ച് നോക്കി വിഷമിച്ചിരിക്കുന്നത്. വിവേക് എന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ കാറിന്റെ ലോൺ അടയ്ക്കാത്തത് കൊണ്ട് സിബിൽ സ്കോർ കുറവായത് കാരണം ലോൺ തരാൻ പറ്റില്ലെന്ന് ബാങ്ക് മാനേജർ പറയുന്നുണ്ട്. ലോൺ അടയ്ക്കാതെ കാർ CC കാർ കൊണ്ടുപോയത് കൊണ്ടാകാം പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ വിവേകിന്റെ അച്ഛൻ മാത്രം ഓട്ടോയിൽ വരുന്നത്. കോട്ടയം നസീറിന്റെ കഥാപാത്രം തന്റെ മകനെ വഴക്ക് പറയുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ജോലിയെ പറ്റിയും പറയുന്നുണ്ട്. അവനെ പോലെ ആവരുത്. ഇപ്പോ മെത്തേഡ് ബിസിനസ് എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെന്തായി തീരും എന്തോ. എന്നാൽ പിന്നീട് വിഷ്ണു ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മെത്തയിൽ വീണതുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്. ഇത് തിരിച്ചറിയുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ വെഡ്ഡിംഗ് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ ഈ സിനിമയുടെ ഡയറക്ടറായ ആനന്ദ് മേനോനാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.